കൂന്തൽ അല്ലെങ്കിൽ സ്ക്വിഡ് നമ്മൾ പലതരത്തിൽ കറി വെക്കാറുണ്ട്. ഇപ്പോൾ കൂന്തൽ വെച്ച് കറി വെക്കും, പീര വെക്കും, കൂന്തൽ ഫ്രൈ ചെയ്യും, റോസ്റ്റ് ചെയ്യും, സ്റ്റഫ് ചെയ്യും. അപ്പോൾ ഇന്ന് കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ കൂന്തൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ രണ്ട് തരത്തിൽ കുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കും, 2-3 മിനിറ്റിൽ കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അല്ലെങ്കിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നാടൻ പ്രിപ്പറേഷൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇന്നൊരു കേരള സ്റ്റൈലുള്ള റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് കൂന്തൽ കുക്ക് ചെയ്തത്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഒരു 600 ഗ്രാം സ്ക്വിഡാണ്. വാങ്ങിച്ചപ്പോൾ 1 കിലോ ആണ്. അത് ക്ലീൻ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ലേശം 600-650 ഗ്രാംസ് ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. ഞാൻ ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 2 ചുവന്നുള്ളിയും കൂടി ഇടാം. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ ചതച്ച മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കാം. കൂന്തലിനെ ഞാൻ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് പലതരത്തിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിലരിയാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. സാധാരണ മുളക് പൊടിയാണ്. അതിൻ്റെ പകുതി ഉപയോഗിച്ചാൽ മതിയാവും. 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഉപ്പ് ചേർത്തില്ല. 1/2 ടീസ്പൂൺ നിറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. കൂന്തൽ കുക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ കുക്ക് ചെയ്യുവാണെങ്കിൽ കൂന്തലിന് ഒരു 2-3 മിനിറ്റ് സമയം എടുക്കാറുള്ളൂ കുക്കിംഗ് ടൈം. അതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര റബ്ബർ പോലെ, കുറഞ്ഞു പോയാലും റബ്ബർ പോലെ. അപ്പോൾ ഇത് പ്രഷർ കുക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു സേഫർ മെത്തേഡാണ്. നന്നായിട്ട് സോഫ്റ്റ് ആവും. വെള്ളം ഒഴിക്കേണ്ട. ഒരു 10 മിനിറ്റ് മസാല പുരട്ടിയ ശേഷം പ്രഷർ കുക്ക് ചെയ്യുക. പ്രഷർ കുക്കറിൻ്റെ ലിഡ് അടയ്ക്കാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. സ്ക്വിഡ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കുക്ക് ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ, ആ രീതിയിലാണ് ഞാൻ കുക്ക് ചെയ്യാറ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു. പ്രഷർ മൊത്തം പോയിട്ടുണ്ടാവും. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യണം. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു മസാല കൂട്ടി ചെയ്ത് വേണം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 2 മീഡിയം സവോള സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഒപ്പം തന്നെ ഒരു 10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്. സവോള കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർക്കുകയാണ്. ലൈറ്റ് ബ്രൗൺ കളറാണോ അതുവരെ വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി ഇതിനകത്ത് നമുക്ക് മസാലകൾ ചേർക്കാം. ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഗരം മസാല വളരെ കുറച്ച്, 1/4 ടീസ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ, ഒരു 1/8 ടീസ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടെ ചേർക്കുക, നീളത്തിലരിഞ്ഞത്. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. മസാല കരിയാണ്ട് നോക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിനകത്തേക്ക് ടൊമാറ്റോസ് ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ നന്നായിട്ട് ഉടയണം, മസാലകളൊക്കെ നന്നായിട്ട് മൂക്കണം.
ഇതൊന്ന് ചെക്ക് ചെയ്യാം തുറന്ന്. നമ്മൾ സ്ക്വിഡ് കുക്ക് ചെയ്തപ്പോൾ കണ്ടോ ഒരുപാട് സ്ക്വിഡിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്തു. ഇതിനകത്തേക്ക് നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്വിഡ് അതിൻ്റെ വെള്ളത്തോടൊപ്പം ചേർക്കാം. ഈ മസാലയെല്ലാം സ്ക്വിഡിൽ നന്നായിട്ട് പിടിക്കണം. ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചേക്കായിരുന്നു. ഇച്ചിരി ഗ്രേവി വേണമെങ്കിൽ അത് കണക്കാക്കി എടുക്കാം. ലാസ്റ്റ് ഫ്ലെയിം ഹൈ വെച്ചേക്കാണ്. കുറച്ച് പെപ്പർ കൂടെ ചേർക്കാം. പെപ്പർ അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കുക. എനിക്ക് സ്ക്വിഡ് ഇച്ചിരി നല്ല എരിവോടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് പെപ്പർ ഇടുന്നുണ്ട്. റെഡിയാണ്. സ്ക്വിഡ് റോസ്റ്റ് റെഡിയാണ്. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ വേർഷനിലുള്ള ഈ സ്ക്വിഡ് റോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ചോറിലൂടെ നല്ലതാണ്. ചപ്പാത്തിലൂടെ സെർവ് ചെയ്യാം. പുട്ട്, പൊറാട്ട അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ നല്ലതാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതേപോലെ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.